കേരളത്തിലെ ഗവർണറെ അധികാരമേറ്റിട്ട് നാളെ 5 വർഷം തികയുകയാണ്. സാധാരണ 5 വർഷമാണ് ഗവർണർമാരുടെ കാലാവധി. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ തൽക്കാലം കേരളത്തിൽ ഗവർണറായി തുടരാനാണ് സാധ്യത എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. സംസ്ഥാന സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ BJPക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് സംഘപരിവാറിന്റെ വിലയിരുത്തൽ. വിവാദങ്ങളുടെ പരമ്പര തന്നെ സൃഷ്ടിച്ചെങ്കിലും ഗവർണർ, ചാൻസലർ എന്നീ പദവികളുടെ അധികാരം എന്തൊക്കെയെന്ന് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിനായി. സംഭവബഹുലമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ രാജ്ഭവനിലെ വാസം. ഭരണത്തിന്റെ പ്രധാന നടപടികൾക്ക് തുല്യം ചാർത്തൽ മാത്രം ജോലിയായി കരുതിയിരുന്ന മുൻഗാമികളിൽ നിന്ന് തീർത്തും ഭിന്നനായിരുന്നു UP-കാരനായ ആരിഫ്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പുവെക്കാതിരുന്നതിന്റെ പേരിൽ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ ഉണ്ടായെങ്കിലും സർക്കാരിൽ നിന്ന് വരുന്നതിലെല്ലാം മിണ്ടാതെ ഒപ്പിടുന്നയാളായിരുന്നില്ല അദ്ദേഹം. ബില്ലുകളിലും ഓർഡിനൻസുകളിലും മന്ത്രിസഭാ തീരുമാനങ്ങളിലും സജീവമായി ഇടപെട്ടു. ചോദ്യങ്ങൾ ചോദിച്ചു, വിശദീകരണങ്ങൾ ആരാഞ്ഞു, ചിലത് തിരിച്ചയച്ചു, ചിലത് മാറ്റിവെച്ചു. ഇതിൽ പലതും വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചു. നിയമസഭയുടെ അവകാശങ്ങളിൽ കൈകടത്തുന്നത് കോടതി കയറി. സംഘപരിവാർ രാഷ്ട്രീയത്തിന് കേരളത്തെ അനുകൂലമാക്കുകയാണ് ചെയ്യുന്നതെന്ന് പഴികേട്ടു. എന്നാൽ തോറ്റു പിൻവാങ്ങുന്നതായിരുന്നില്ല പ്രകൃതം. കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. സർക്കാർ രാഷ്ട്രീയവും ഭരണപരവുമായി ദുർബലപ്പെടുന്ന ഘട്ടത്തിലെല്ലാം ആഞ്ഞടിച്ചു. പലപ്പോഴും ഒരു പ്രതിപക്ഷത്തെ പോലെ. നയപ്രഖ്യാപന പ്രസംഗം ഒപ്പിടുന്നതിന് ഉപാധികൾ വെച്ചും സർക്കാരിനെ മുൾമുനയിൽ നിർത്തി. പല പാർട്ടികൾ മാറി വന്ന രാഷ്ട്രീയ നേതാവിന്റെ മെയ്വഴക്കം ഇതിലെല്ലാം അദ്ദേഹത്തിനെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചു. ചാൻസലർ എന്ന നിലയിൽ അധികാരം ശക്തമായി പ്രയോഗിച്ചതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ ഏറ്റവും ശക്തമായ ഇടപെടൽ. വൈസ് ചാൻസലറെ പുറത്താക്കിയും വിളിച്ചുവരുത്തിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ടു. ചാൻസലറുടെ അധികാരം കുറയ്ക്കാനും ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനും സർക്കാരിനെ പ്രേരിപ്പിച്ചത് ഈ നടപടികളായിരുന്നു. കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടപ്പോഴൊക്കെ വഴങ്ങുന്നുവെന്ന് തോന്നിച്ചെങ്കിലും കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ ആഞ്ഞടിക്കുന്നതായിരുന്നു ആരിഫ് സ്റ്റൈൽ. വിവാദങ്ങൾ ഒഴിഞ്ഞുള്ള കാലം അപൂർവമായിരുന്നെങ്കിലും രാജ്ഭവനെയും ഗവർണർ പദവിയെയും ജനകീയമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സന്ദർശകർക്ക് വേണ്ടി രാജ്ഭവന്റെ വാതിലുകൾ തുറന്നിട്ടു. ക്ഷണിക്കുന്ന പരിപാടികളുടെ വലിപ്പം നോക്കാതെ പറ്റാവുന്നവയിലെല്ലാം പങ്കെടുത്തു. മാധ്യമ ക്യാമറകളോട് മുഖം തിരിച്ചില്ല. പറയാനുള്ളതെല്ലാം തുറന്നടിച്ചു. ചിലപ്പോഴൊക്കെ മാധ്യമങ്ങളെയും വിമർശിച്ചു. രാജ്ഭവനിൽ വാർത്താസമ്മേളനം നടത്തി. മാധ്യമങ്ങൾക്ക് ഊഴം വെച്ച് അഭിമുഖങ്ങൾ നൽകി. ഇതെല്ലാം പദവിക്ക് ചേർന്നതാണോ എന്ന ചോദ്യങ്ങളെ അവഗണിച്ചു. ഇങ്ങനെ മുൻഗാമികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ കാലമായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റേത്. റിപ്പോർട്ടർ R. ശ്രീജിത്ത്, തിരുവനന്തപുരം.